ഇത് എത്ര വേഗം കണ്ടുപിടിക്കുന്നു അത്രയും വേഗം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ബ്രേക്ക് സെറ്റ് വാങ്ങി കിട്ടും 8mm 6mm 5mm എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സീറോ കോസ്റ്റിൽ ഞാൻ ചെയ്യാം. സീറോ കോസ്റ്റിൽ ഞാൻ 100% ഞാൻ വിജയിച്ച ഒന്ന് പറഞ്ഞുതരാം. ആ 2 മൂന്ന് വന്ന സമയത്തും എൻ്റെ ബോക്സ് നല്ല അടിഭാഷം തീരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബെഡ്സൊക്കെ. എൻ്റെ പേര് വിശാൽ. അപ്പോൾ ഞാനെന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2-3 വീക്കായിട്ട് എനിക്ക് അടുപ്പിച്ച 2-3 മെസ്സേജുകൾ കേട്ടോ. ഈ സ്പൈറ്റ് ലെഗ് എന്ന് പറയും, അതായത് ബേഡ്സിൻ്റെ കാല് വിടർന്ന് പോകുന്നതിനും സൂക്കേടാണ് സ്പൈറ്റ് ലെഗ് വെച്ചാൽ. അപ്പോൾ നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഭേദപ്പെടുത്താൻ കഴിയുമോ? അപ്പോൾ ഞാൻ 2-3 പേർക്ക് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷേ എന്താ പറയുക, ഒരാളത് ബേഡ് ഡെഡായിപ്പോയി. അപ്പോൾ ഇപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട് ആ രോഗം. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്, എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ഈ സമയം ഇതിനെപ്പറ്റി നോക്കിയ സമയത്ത് എന്താ വെച്ചാൽ ഇതിനെപ്പറ്റി അധികം വീഡിയോസ് ഇല്ല മലയാളത്തിൽ ആരും വീഡിയോ ചെയ്തില്ല. ആപ്പാടെ ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടുള്ളൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇതിനൊരു വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഫസ്റ്റ് നമ്മളെ എല്ലാവരും പറഞ്ഞാൽ ഒന്ന് ഇംബ്രീഡിങ്, അതായത് ഒരേ ബ്ലഡ് ലൈനുള്ള ബേഡ്സ് തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ സംഭവിക്കുന്നതാണ് ഇംബ്രീഡിങ് എന്ന് പറയുന്നത്. അപ്പം അതിലൂടെയാണ് ഇത് മെയിനായിട്ട് കണ്ടുവരുന്നത് പറയപ്പെടുന്നു. പിന്നെ രണ്ടാമത് നമ്മൾ ബോക്സ്, അതായത് നമ്മൾ ബ്രീഡിംഗ് ബോക്സ് ഇല്ലേ, അതിൻ്റെ അതായത് അടിവശം നല്ല ഗ്രിപ്പ് ഇല്ലാത്തൊരു രീതിയിലാണെങ്കിൽ, അതായത് ഫുൾ പ്ലെയിൻഡ് ആണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. കാരണം ഇവർ ജനിക്കുമ്പോൾ തന്നെ കാല് ഉറക്കില്ല, കാല് ഇങ്ങനെ തന്നെയായിരിക്കും. അതിൻ്റെ മേലെ നമ്മൾ പേരൻസ് കയറി കിടക്കുന്ന സമയത്ത് ഒന്നും കൂടി കാല് വൈഡാവും. അങ്ങനെയാണ് ഇത് വരുന്നത് രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തെ കാരണം വെച്ചാൽ മതിയായ രീതിയിൽ കാൽസ്യം ഒന്നും എഗ്ഗ് ഉള്ള സമയത്ത് തന്നെ മതിയായ രീതിയിൽ കാൽസ്യം കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട്, അതായത് നമ്മളെ എഗ്ഗ് ചെയ്യുന്ന സമയം അല്ലേ, ആ സമയത്ത് പേരൻസിന് മതിയായ കാൽസ്യം കിട്ടാതെ പേരൻസ് എഗ്ഗ് ചെയ്താൽ ഇങ്ങനെ സംഭവിച്ച് കാണാറുണ്ട്. പിന്നെ നാലാമത് വെച്ചാൽ വിരിഞ്ഞ കുട്ടീൻ്റെ മേലെ പേരൻ്റ് അധികമായിട്ട് കിടക്കുന്ന സമയത്ത്, ഫുൾ ടൈം പേരൻ്റ് കിടക്കുന്ന സമയത്ത് പേരൻ്റ് വെയിറ്റ് പോലും സംഭവിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. ഓക്കെ, പക്ഷേ ഇതിലൊക്കെ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ പോസിബിളായി തോന്നിയ ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് ബോക്സിൽ പ്രതലം അതിൻ്റെ അടിവശം ഗ്രിപ്പില്ലാത്ത രീതിയിലാണെങ്കിൽ ഇത് വരുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് 2 മൂന്ന് വട്ടം വന്നിട്ടുണ്ട്. ആ 2 മൂന്ന് വട്ടം വന്ന സമയത്തും എൻ്റെ ബോക്സ് നല്ല അടിഭാഷം തീരെ ഗ്രിപ്പില്ലാത്ത രീതിയിലായിരുന്നു. ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയുമോ വെച്ചാൽ, ഫസ്റ്റ് എനിക്ക് ഇതിനെ പറ്റി വലിയ പിടുത്തല്ലായിരുന്നു. ആ സമയം ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഫെയിലായി വെച്ചാൽ എൻ്റെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ളവർക്ക് അറിയിക്കും, ഫോളോ ചെയ്യുന്ന ബൂബു പറഞ്ഞൊരു വരുന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഓള് 75% റെഡി ആയിരുന്നു. കാരണം വെച്ചാൽ വലിക്കും, കോച്ച് വലിക്കും. അതിന് ശേഷം ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എൻ്റെ പൈനാപ്പിൾ കൊന്നൂർ കോക്കട്ടേൽസിനൊക്കെ അത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇവർക്ക് നല്ല സ്പ്ലൈറ്റിലൊക്കെ ആയിരുന്നു, ഏകദേശം നല്ല വിടർന്ന രീതിയിലായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോഴേക്കും ആവറിൻ്റെ വർക്ക് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു കേസെറ്റ് കാരണം എനിക്ക് കുറച്ച് സ്ഥലം വീഡിയോസ് എടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. അപ്പോൾ ആ ഒരു കേസെറ്റ് കാരണം. പക്ഷേ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമായിരുന്നു. എൻ്റെ ബേഡ്സിനൊക്കെ പ്രോപ്പറായി നോക്കും. ഇവരുടെ വർക്കിനൊക്കെ വലുതെങ്കിൽ ബേഡ്സാണ്. അപ്പോൾ ഓരോ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായി നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിനുള്ള ഏകദേശം ഒരു ഞാൻ പറഞ്ഞ ആ കുറച്ച് റീസൺസ് ആണ് മെയിൻ ഇതിന് കാരണം. പിന്നെ ഇത് ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി ഞാൻ പറഞ്ഞുതരാം. ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ, നമുക്ക് ഇതിന് ഒരു ബ്രേക്ക് സെറ്റ് വാങ്ങി കിട്ടും 8mm 6mm 5mm എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എത്ര വേഗം കണ്ടുപിടിക്കുന്നു അത്രയും വേഗം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഡിലേ ആവും തോറും ബേഡ്സ് ഇതിലേക്ക് റിക്കവർ ആവാനുള്ള ചാൻസസ് വളരെ കുറയും. ഓക്കെ, എത്ര ചെറുപ്പത്തിൽ കണ്ടുപിടിക്കുന്നു അത്രയും വേഗത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അത്രയും നല്ലത്. ഓക്കെ, ഇവരുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ വലിയ തല പോയിക്കേണ്ട കാര്യങ്ങളൊന്നും കേട്ടോ. വെച്ചാൽ ഞാൻ ഇംഗ്ലീഷിലൊക്കെ നോക്കിയ സമയത്ത് ഭയങ്കര കേസിട്ട് പറഞ്ഞ് വലിയ തല പോയിക്കേണ്ട ഒരു കാര്യമില്ല. ഫസ്റ്റ് സമയം നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാവുന്നുള്ളൂ. പറഞ്ഞുതരാം, കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇവർക്ക് 2 കാലില്ലേ, ആ കാലിൽ വേണം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കട്ടറിങ് ഉണ്ട്. കട്ടറിങ് എന്ത് ചെയ്യുക, 2 കാലിൽ വിട്ട ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് നൂൽക്കമ്പി വെച്ച് കെട്ടാം. ഒരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെ. രണ്ടാമത് ഞാൻ പറഞ്ഞ ബ്രേക്ക് സ്ലേറ്റ്, അതായത് നമ്മൾ സ്പൈറ്റ് ലെഗ് ബ്രേക്ക് സ്ലേറ്റ് തന്നെയാണ് അത് അറിയപ്പെടുന്നത്. 8mm 6mm 7mm അങ്ങനെ ഓരോ ആണ് കണക്ക്. അത് ഓരോ ബേഡ്സിനും ഓരോ സൈസാണ്. അത് സൺകുനൂർ സൈസ്, സ്മോൾ കൊനൂസിന് സൈസ്, ഫിഞ്ചസിന് സൈസ്, അങ്ങനെ ഫിഞ്ചസിനൊന്നും വരില്ല കേട്ടോ, സോറി, കോക്കട്ടൈൽസിന് സൈസ്, അങ്ങനെ ഓരോ ബേഡ്സിനും ഓരോ സൈസുകളാണ്. ഓക്കെ, അപ്പം അത്രയും സൈസുള്ള അത് മേടിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിന് ഒന്നിന് 300 രൂപ, 400 രൂപ, 600 രൂപ അങ്ങനെയൊക്കെയാണ് വരുന്നത്. 300 രൂപ മീൻസ് സ്മോൾ കൊനൂസിനാണ് 300 രൂപ വരുന്നത്. സൺ കൊനൂറിനൊക്കെ എനിക്ക് 400 രൂപ 600 രൂപ അങ്ങനെയാണ് വരുന്നത്. അത് പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, ഇപ്പോൾ ചെറുപ്പമായതുകൊണ്ട് ഒരു കടിച്ച് പൊട്ടിക്കുമല്ലോ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സീറോ കോസ്റ്റിൽ ഞാൻ ചെയ്യാം. സീറോ കോസ്റ്റിൽ ഞാൻ 100% ഞാൻ വിജയിച്ച ഒന്ന് പറഞ്ഞുതരാം. ഈ 2 കാലുണ്ടോ, അടുത്ത് വരാൻ ഈ 2 കാല് കണ്ടോ,
ഇത് നമ്മളിപ്പോൾ നല്ല ലൂസായിട്ടാണ് കെട്ടിയിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല ബ്ലൈൻഡാണ്. കണ്ടോ ഈ കാലിന് മടങ്ങിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ കാല് കെട്ടയച്ചിടാൻ കാണിച്ചു തരാം. കണ്ടോ, കെട്ടയച്ചാൽ ബേഡ് കിടക്കുന്ന പൊസിഷൻ കണ്ടോ, ഈ പൊസിഷനായിരിക്കും കെട്ടയച്ചാൽ ബേഡ് കിടക്കുന്നത്. കണ്ടോ, കാല് രണ്ടും വൈഡായിട്ട് കണ്ടോ, എത്ര വൈഡാണ് നോക്കുക. ആ ബേഡിനെ ഗ്രിപ്പ് കിട്ടൂല. സോ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു കാലുമേ തുണി കെട്ടുക, അതേപോലെ തന്നെ അടുപ്പിച്ചിട്ട് കാലിൻ്റെ മേലെ വശത്ത്, ഞാൻ താഴെ വശത്ത് കെട്ടിയപ്പോൾ എനിക്ക് അത്ര റിസൾട്ട് ഇല്ലെന്ന് കേട്ടോ, മേലെ വശത്ത് അതേപോലെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കെട്ടിട്ടിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കരുത്. ബേഡിനെ റെഗുലർ പ്രോപ്പറായി ചെക്ക് ചെയ്യണം. മേലെ വശത്ത് കൂടി എന്ത് ചെയ്യുക, കെട്ടുക. അപ്പോൾ ആണെന്ന് വെച്ചാൽ നേരത്തെ പോലെയല്ല. ഇപ്പോൾ നിൽക്കുന്നുണ്ടോ, ഒന്ന് നിൽക്കുന്നുണ്ടോ വെച്ചാൽ നേരത്തെ വിരിഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആണ് നിൽക്കുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ റെഡി ആയിക്കോളും. ഒരു 1.5 മാസം ഇങ്ങനെ ഇടണമെന്നുള്ളൂ. കാരണം വലിയ കേസായിട്ടൊന്നും ഇതാക്കണ്ട കേട്ടോ. വലിയ തല പോയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരു 1.5 മാസം ഇടുക. അതിനുശേഷം ദിവസം രാവിലെ എടുത്തിട്ട് കണ്ടോ ഈ കാലൊക്കെ മടങ്ങിയിട്ടിരിക്കുക, അതൊക്കെ ഒന്ന് മസാജ് ചെയ്യുക. വൃത്തിക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ദിവസവും എടുക്കുക. കാലിന് എവിടെയെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ കെട്ട് ടൈറ്റ് ആണോ, രക്തോട്ടം ഉണ്ടോ നോക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് നോക്കുക. എന്താ വെച്ചാൽ ചിലപ്പോൾ തള്ളമാർ എന്ത് ചെയ്യും, ആ തുണി അയക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഞാൻ ഒരു 3 ദിവസമൊക്കെ അടുപ്പിച്ച് കെട്ടിയാൽ തുണി അയക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ 10-20 ദിവസമായിട്ടുള്ളൂ. ഞാനൊരു 15 ദിവസം കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏകദേശം ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഒരു 5-6 ദിവസമായിട്ടുള്ളൂ. ആ മെച്ചം അതിൻ്റെ റിസൾട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടോ, റിസൾട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്പ്രൈറ്റിലൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു പതുക്കെ എന്ത് ചെയ്യും വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഇവളത് എങ്ങനെയാണ് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ 100% സക്സസ് ആണോ എന്നുള്ള വീഡിയോ ഞാൻ അടുത്ത വർഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പം കാര്യം മനസ്സിലായില്ലേ, ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ കേട്ടോ. ഇത് 2-3 പേരായി എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഒരാൾ പുറത്തുള്ളവരാണ്. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിരുന്നു. ഒരു നല്ല പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു. പിന്നെ ഇതല്ലാണ്ട് സെല്ലോ ടാപ്പ് ഒട്ടിക്കുന്നവരുണ്ട്, അതും ചെയ്യാം. കാലടുപ്പിച്ച് വെക്കുന്ന ഇതിൽ ഇന്ന് ചെയ്യാം. പക്ഷെ ബേഡ്സിന് ഇറിറ്റേഷൻ ആവരുത്, കാലിൽ രക്തോട്ടം കുറയരുത്. അത് രണ്ടും മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അത് രണ്ടും എപ്പോഴും ചിന്തിക്കുക. ബേഡ്സിന് ഇറിറ്റേഷൻ ആവുക, കാലിൽ രക്തോട്ടം കുറേ ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ നടന്നു വരുന്നുണ്ടോ, ഇപ്പോൾ ആളൊന്നും ഉഷാറായി വരുന്നുണ്ട്. ഇതിന് വലിയ കുഴപ്പമൊന്നും ഫുഡ് എടുക്കാൻ കാര്യങ്ങൾ കുഴപ്പമില്ല. ഇങ്ങനെ ആയ ബേഡ്സിന് വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ വിഷയങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ബെറ്റർ ആണ്, 100% കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത്തരം വീഡിയോസിന് നമ്മുടെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ബെല്ലേക്ക് മാർക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ടിൽ ദെൻ ബൈ.